കാണാനൊന്നും പറ്റില്ല. ഒന്നാമത് നിങ്ങളുടെ ഹയർ അതോറിറ്റി ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് പുള്ളിയെ ഇരുത്തുന്നത്. ഇതിന്റെ കാര്യം എന്താ ഉള്ളത്? ഇവിടെ എത്രയോ പ്ലെയേഴ്സ് ഉണ്ട്, അവർ കൊടുത്ത് ഇരുത്തുന്നത്. അല്ലാണ്ട് നിങ്ങൾ പിള്ളേരെ മാന്യമായിട്ട് ജഡ്ജ് ചെയ്യാതെ ഗവൺമെന്റിന് വായിക്കും, മേശാസിന്റെ കൂടെ വായിക്കുന്നത് വലിയൊരു പിന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും മേശാസ് യഥാർത്ഥത്തിൽ കാശ് വരെ കൊടുക്കില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് അതായത് വിവിധ താളങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. അത് അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കണം. അല്ലാതെ ദാദരയും കയറവേയും ഗാനമേളക്ക് തമ്മിൽ വായിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു മുന്നറിയിപ്പ് കുട്ടി കൊട്ടാതെ നിൽക്കുമ്പോ 3 ജഡ്ജസ് ഒപ്പം നീച്ചോണ്ട് പോയി. ഒരു മുന്നറിയിപ്പ് തബല എങ്ങനെയാണ് വെക്കാന്ന് വരെ അറിയാത്ത ആൾക്കാർ ജഡ്ജ് ചെയ്ത ഈ മക്കളുടെ ഭാവി എന്തുകൊണ്ട് കുട്ടികളെ അടിച്ചാൽ തബലക്ക് കണ്ണും കണ്ണുനീരുകൊണ്ട് കരഞ്ഞേന് തബല വായിക്കും. അത്ര സ്മൂത്ത് ആയിട്ടാണ് തബല കൈകാര്യം ചെയ്യുന്നത്. അത് ജഡ്ജ് ചെയ്യണമെങ്കിൽ അത് അറിയുന്നവരായിരിക്കും. യേശുദാസിന് തബല വായിച്ചോണ്ടൊന്നും വലിയ തബലിസ്റ്റൊന്നും ഗാനമേളയും ഈ 10 മിനിറ്റ് സോളോ, ഗാനമേളയും 10 മിനിറ്റ് സോളവും തമ്മിൽ ഒരിക്കലും 10 മിനിറ്റ് സോളോ വായിക്കുന്നത് പോലെയല്ല ഒരു 6-7 മിനിറ്റ് ദാദര കെരവ പോലെയുള്ള താളങ്ങൾ ഈ ഗാനമേളയിൽ വായിക്കുന്നത്. അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. വായിക്കുന്നവരെ ജഡ്ജ് ചെയ്യാനുള്ള മാനദണ്ഡമല്ല. ഒരു തരത്തിലും ഗാനമേളക്ക് വായിക്കുന്ന അപ്രിസിയേഷൻ അല്ല നമ്മളൊരു 10 മിനിറ്റ് സോളോ വായിക്കുമ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്നത്. സോളോ വായിക്കുമ്പോൾ 10 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും 1.5 മണിക്കൂറാണെങ്കിലും അവർക്ക് ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും അതിന്റെ സത്ത് മനസ്സിലാക്കിക്കൊണ്ട് കാണികൾ കൈയടിക്കുന്നു. ഗാനമേളക്ക് അതല്ല. ഗാനമേളക്ക് 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് വായിച്ചാലും ആ തുള്ളലില്ലാതെ അവർക്ക് വേറെ ഒന്നും കിട്ടാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്ന കുട്ടികൾ ഒന്നിനൊന്നിനും മെച്ചമാണ് ഓരോരുത്തരും. അവരൊക്കെ തന്നെ വ്യത്യസ്തമായ താളങ്ങളാണ്, താഴെമേറിയ താളങ്ങൾ. ഇതൊരിക്കലും ഒരു മാന്യതയല്ല. ഇത് പറയേണ്ടതായിരുന്നു. ഇവർ മുമ്പ് ഇന്റർവെല്ലിൽ പറയേണ്ടതായിരുന്നു.